ഇതാണ് ഇസ്കോൺ ടെമ്പിളിന്റെ എൻട്രൻസ്. ശ്രീ രാധാമോഹൻ മൻമോഹൻജി മന്ദിർ. ശ്രീ രാധാ മൻമോഹൻജി മന്ദിർ. ഇസ്കോൺ ടെമ്പിളിന്റെ എൻട്രൻസ് ആണ് ഇത്. ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അതിന്റെ ഉള്ളില് ഇത്രയും ജനമുണ്ട്, കാണുന്നില്ല അതിന്റെ ഉള്ളില് ജനം. ഇവിടെ ചുറ്റും മലനിരകളാണ്. ഇത് കാർഗറാണ്, നവി മുംബൈയിലെ ചുറ്റും മലനിരകളാണ്. ഇവിടെ നല്ല കാലാവസ്ഥ, മഴയില്ല, മഴക്കാറുണ്ട്, മഴ പെയ്തിട്ടില്ല, ചെറിയ ചാറ്റൽ മഴ പെയ്തിന്. ഇതാണ് സ്ഥലം. ആ മുമ്പ് കാണുന്ന അതാണ് മന്ദിർ, അതാണ് ഇസ്കോൺ ടെമ്പിൾ മുമ്പ് കാണുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. കടന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. നല്ല തിരക്കാണ്. എവിടത്തോളം വീഡിയോഗ്രാഫി, എവിടത്തോളം ഫോട്ടോ എടുക്കാൻ വിടുന്ന അറിയില്ല. ഏതായാലും ഉള്ളിൽ കടന്നിട്ട് നോക്കാം. ഇതാണ് ഇസ്കോൺ ടെമ്പിൾ. നല്ല തിരക്ക ഇന്ന്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. കേറിയ ഉടനെ റൈറ്റ് ഭാഗത്ത് നമുക്ക് ചപ്പല് വെക്കാം. ഉള്ളില് ചെരുപ്പിട്ട് കയറരുത്. ഫ്രീ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചപ്പല് വെക്കുക. വേറെ സൈഡിലൊന്നും വെക്കാതിരിക്കുക. കുറെ ആൾക്കാർ അവിടെ ഇവിടെയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. സ്റ്റാൻഡ് ഉണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. കാലെല്ലാം കഴുകിയിട്ട് വേണം കയറാൻ. വെള്ള മാർബിൾ വിരിച്ചിരിക്കുക മുഴുവൻ, കണ്ട. അപ്പൊ കാലെല്ലാം കഴുകിയിട്ട് വേണം കയറാൻ. സൈഡിൽ തന്നെ കാല് കഴുകേണ്ടെല്ലാം സംവിധാനമുണ്ട്. മുമ്പ് കാണുന്നതാണ് ടെമ്പിൾ കോംപ്ലക്സ്. വലിയ ടെമ്പിൾ കോംപ്ലക്സാണ്. അപ്പം ഇസ്കോൺ ടെമ്പിളിലാണ് എന്നില്ല. ഇസ്കോൺ ടെമ്പിൾ കാർഗറിലുള്ള ഇസ്കോൺ ടെമ്പിൾ, നവി മുംബൈ കാർഗർ. ഇത് പുതിയ തുടങ്ങിയത് ഇക്കൊല്ലം 2025 ഉദ്ഘാടനം ചെയ്തതാണ്. ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദി, നമ്മളെ പ്രൈം മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്തത്. നല്ല ഭംഗിയുണ്ട്, നല്ല മലയാണ് മുഴുവൻ. ചുറ്റും 4 ചുറ്റും മലയാണിത്. കാർഗറാണ്. കാർഗർ ഏകദേശം പൻവേലിന്റെ അടുത്തായിട്ട് വരും. അതുകൊണ്ട് കാലാവസ്ഥയെല്ലാം നല്ല കാലാവസ്ഥ. ഇപ്പം ജൂൺ മാസമായതുകൊണ്ട് മഴക്കാലാണ്. മഴ ഇടയ്ക്കൊരു ചാറ്റൽ മഴയുണ്ട്, അതുകൊണ്ട് നല്ല കാലാവസ്ഥ. ഇന്ന് ബക്രീദ് ആയതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്ക്. അവിടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം ഫുള്ള് ജനാണ് അവിടെ ബിൽഡിംഗ് കോംപ്ലക്സിൽ. അപ്പം പറഞ്ഞ പോലെ കാർഗറിൽ ഇസ്കോൺ ടെമ്പിൾ, ഇന്റർനാഷണൽ കോൺഷ്യസ്നസ് ഓഫ് കൃഷ്ണ. അപ്പം കൃഷ്ണ കോൺഷ്യസ്നസിന്റെ അവര് മേൽനോട്ടത്തിൽ നടത്തുന്ന ടെമ്പിളാണ് ഇത്, ഇസ്കോൺ ടെമ്പിൾ. കാർഗർ മുംബൈയില് 3 ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. ഒന്ന് കാർഗറുണ്ട്, ഒന്ന് ജുഹൂലുണ്ട്, പിന്നെ ഒന്ന് മുംബൈയിലെ മലാഡിലുണ്ട്. അങ്ങനെ 3 ഇസ്കോൺ ടെമ്പിൾ ഉണ്ട് ഇവിടെ. ഇത് പുതിയ തുടങ്ങിയാണ് 2025. ഇക്കൊല്ലം ഉദ്ഘാടനം ചെയ്ത് അദാനി വന്നിരുന്നു ഇവിടെ. ഗൗതം അദാനി വന്നിരുന്നു ഉദ്ഘാടനത്തിന്. ശ്രീ നരേന്ദ്രമോദി വന്നിരുന്നു ഉദ്ഘാടനത്തിന്. അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുക. ആ മുമ്പിൽ കാണുന്നതാണ് ടെമ്പിൾ. മുമ്പിൽ കണ്ട ടെമ്പിൾ കോംപ്ലക്സ് ആണ് ഇത്. ഈ സൈഡിലെ വലിയ ബിൽഡിംഗ് അതെല്ലാം പ്രൈവറ്റ് ബിൽഡിങ്സ് ആണ്. ഭഗവതി ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബിൽഡിങ്സ് ആണ്. പക്ഷെ ഈ ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഈ എല്ലാം വെള്ള മാർബിളിലാണ് ഇതെല്ലാം. ഈ കാണുന്ന ഫൗണ്ടൻ ഇതെല്ലാം നല്ല മാർബിളിലെടുത്തിയ, നല്ല രസമുണ്ട് കാണാൻ. ഫൗണ്ടൻ ഫങ്ഷനലല്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരിക്കുന്ന വിചാരിക്കുന്നത്. ലൈറ്റിൽ നല്ല രസമുണ്ടാവുമെന്ന് കരുതുന്നു. ഈ കാണുന്നെല്ലാം ടെമ്പിളിന്റെ കോംപ്ലക്സിന്റെ സൈഡിൽ കൂടെ വരുന്ന വഴിയെല്ലാം നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പിൽ ടെമ്പിളിലേക്ക് പോവാം.
നല്ല ഭംഗിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡും ഞാൻ കാണിച്ചു തരാം. രണ്ട് സൈഡും ഗാർഡൻ ആണ്. ഒരു ഭാഗത്ത് ഗാർഡൻ, മറ്റേ ഭാഗത്താണെങ്കിൽ നല്ല ഇതും പച്ചപ്പും. നല്ല പച്ചപ്പ്. എല്ലാരും ഫോട്ടോ വീഡിയോസ് എടുക്കേണ്ട തിരക്കാ. നിറയെ ആളാ. ഇസ്കോൺ ടെമ്പിൾ ആണ്. ഇന്റർനാഷണൽ കോൺഷ്യസ്നസ് പ്രസാദം സെന്ററിന് അവിടെ ബോർഡ് ഇട്ടിട്ടുണ്ട്. താഴെ കാണുന്നത് പ്രസാദം സെന്റർ. താഴെ കോർണറിൽ കാണുന്ന പ്രസാദം സെന്റർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ബോർഡുണ്ട്. പക്ഷെ ആളെ തിരക്കുകൊണ്ട് നമുക്ക് ബോർഡിൽ ഒന്നും ഇവിടെ പകർത്താൻ പറ്റുന്നില്ല. ഓരോ സെക്കൻഡ് ഒരു ഗ്യാപ്പ് കിട്ടി. നമ്മൾ കയറുന്ന എൻട്രൻസിനുള്ള ബോർഡാണ്. ദ ഇനോഗ്രേഷൻ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 15th January 2025. അന്നാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. നിറയെ ആള് എല്ലാം മാർബിളില്, നല്ല രസത്തിൽ വെള്ള മാർബിളില് കൊത്തിവെച്ചതാണ്. അപ്പൊ ഇതാണ് ആ ബിൽഡിങ്. രണ്ട് സൈഡിലും രണ്ട് ആനകൾ വീതം കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ബിൽഡിങ്ങുള്ള കൊത്തുപണികൾ ചെയ്തു വെച്ച ബിൽഡിങ്. പൂക്കള കൊത്തുപണിയാണ്. വലിയ പില്ലറായിട്ടില്ല. രണ്ട് ഭാഗത്തും കണ്ട ആനകള് രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും പുറത്തുനിന്ന് കണ്ട എത്ര തിരക്ക് ഇവിടെ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ ഇവിടെയൊന്നും വീഡിയോഗ്രാഫിക്ക് ഒരു പ്രശ്നമില്ല. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. ഇതാണ് ഇതിന്റെ ഉള്ളില് വളഞ്ഞു വന്നിട്ട് അപ്പുറത്തെ ഗേറ്റിൽ കൂടെ കയറണം. നമ്മള് ബാക്ക് യാർഡിൽ വന്നു. കുറച്ചേരം ഇവിടെ സൈഡ് വെക്കാം. കണ്ടോ, വലിയൊരു കോട്ടയാടാ മുകളില്.
ഫ്രണ്ടിൽ നിന്ന് വന്ന് സൈഡ് എൻട്രി കൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഇല്ല. അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് മെയിൻ ഹാൾ, മെയിൻ എൻട്രി കേട്ടോ. അപ്പോൾ ഇത് ഇസ്കോൺ ടെമ്പിളിൻ്റെ ഉള്ളിലാണ് ഭജൻ നടന്നുകൊണ്ടിരിക്കുക. ഭജൻ അതിൻ്റെ എൻട്രൻസ് ഡോറ് ഉണ്ടോ.
ഭജൻ കേൾക്കുന്നുണ്ടോന്നറിയില്ല പറയുന്നത്. ഭജൻ ഇരിക്കുകയാണ്. വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഭജന്റെ താളത്തിനനുസരിച്ച് ഭജന്റെ താളം പിടിക്കുന്ന കേട്ടോ. ഇപ്പം വൈകുന്നേരമായി ലൈറ്റ് ഇട്ടപ്പോഴേക്കും നിങ്ങൾ കണ്ടോ ആ വ്യൂ തന്നെ മാറി തുടങ്ങി. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ കയറി വരുന്ന മെയിൻ എൻട്രൻസ്. രണ്ട് സൈഡിലും ആനകളായിട്ട്. അപ്പോൾ താഴോട്ട് പോകുന്നുണ്ട് സ്റ്റെപ്സ്. രണ്ട് സൈഡിലും വെള്ളം. ലൈറ്റ് ഇട്ടപ്പോഴേക്കും നല്ല രസമുണ്ട്. तुमने काट दिया? नहीं, तुम्हारा देखा देखा नहीं तुम W31 पे ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആരതിൻ്റെ ടൈം ആയപ്പോഴേക്കും തിരക്ക് കൂടി. വന്നപ്പോഴേ ഇല്ലേലും കുറച്ചും കൂടെ കൂടുതൽ തിരക്കായി. കുട്ടികൾ ആനേൻ്റെ മുകളിലേക്കെല്ലാം കയറിയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അതൊന്നും പാടില്ലപ്പോൾ. രക്ഷിതാക്കളെ കണ്ടു കഴിഞ്ഞാലെങ്കിലും മാറ്റി നിർത്തുക. രക്ഷിതാവ് കാണത്തൊക്കെയാണ് കളിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ കണ്ടില്ലേ, കുട്ടികൾ ഈ ആനേൻ്റെ ഉള്ളിലെല്ലാം കയറി നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് രക്ഷിതാക്കൾ കാണത്തൊക്കെ ഇതെല്ലാം കളിക്കുന്നത്. അതാ അതിൻ്റെ എല്ലാം ഇതെല്ലാം തൊടാണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. എന്താ പറയണ്ടേ, ആൾക്ക് ഇത്രയും ബോധവും വിവരവും ഇല്ലാണ്ടായി എന്നാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം. രക്ഷിതാക്കൾ എന്നെ ഉള്ളിൽ കയറ്റി നിർത്തി, രണ്ട് പിള്ളേര് അവര് താഴെത്തുന്നതാ ഫോട്ടോ എടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത സാധനങ്ങൾ ചീത്തയായി പോകുന്നത്. വേണ്ട, രക്ഷിതാവ് വലിയ ആളെ പോലെ ഫോട്ടോ എടുക്കുക, പിള്ളേര് ആനേന്റെ കൂട്ടിന്റെ ഉള്ളിലതാ. ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ചീത്തയാവാൻ കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. ഗിഫ്റ്റ് മേടിക്കാം. ഗിഫ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചന്ദനത്തിരി അങ്ങനെയുള്ള സാൻഡൽ വുഡ്സിൻ്റെ, അതുപോലെ ശ്രീകൃഷ്ണൻ്റെ പെയിൻറ്റിങ്സ്, അതുപോലെ ഇല്ല കാര്യങ്ങൾ, ചെറിയ ചെറിയ നാച്ചുറൽ കോസ്മെറ്റിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗിഫ്റ്റായിട്ട് മേടിച്ചുകൊണ്ടോ. ബുക്സ് ഉണ്ട്, ഭഗവത്ഗീതയുണ്ട്. അപ്പോൾ ഇതാണ് താഴെ ഇല്ല ഗിഫ്റ്റ് സ്റ്റോർ. ഈവനിങ് വ്യൂ ആണ്, ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ ആണ്. വൈകുന്നേരം ആരതി കഴിഞ്ഞു, 7 മണീൻ്റെ ആരതി തുടങ്ങി കഴിഞ്ഞു ഇപ്പം. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ്. താഴത്തോട്ട് കണ്ടോ, സന്ധ്യാസമയമായി. താഴത്തോട്ടെല്ലാം ലൈറ്റ് വന്നു. രണ്ട് സൈഡിലും ഗാർഡനാ. പകല് വേറൊരു വ്യൂ, നൈറ്റില് ലൈറ്റിന്റെ മറ്റൊരു വ്യൂ. നമ്മൾ പ്രസാദ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ഇസ്കോൺ, നവി മുംബൈ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രസാദ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ സ്നാക്സ് കൗണ്ടറാണ് ഉദ്ദേശിക്കുന്നത്. പൈസ കൊടുത്ത് മേടിക്കണം നമ്മൾ.
പൈസ കൊടുത്ത് വേണ്ട സ്നാക്സ്, ടീ സ്നാക്സ്, ജ്യൂസസ്, സാൻഡ്വിച്ചസ്, ബർഗേഴ്സ്, ഷേക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. ഇതാണ് സ്നാക്സ് കൗണ്ടർ. ലേശൊരു ക്യൂ ഉണ്ട് എൻട്രൻസിലേക്ക്. എനിക്കൊന്ന് വേണ്ട സാധനങ്ങൾ ആദ്യം പൈസ കൊടുക്കണം തോന്നുന്നു. പൈസ കൊടുത്ത് ടോക്കൺ മേടിക്കേണ്ടി വരും. ചെറിയൊരു തിരക്ക്. ഇത് ക്യാൻറ്റീനാണ്, ക്യാൻറ്റീൻ. സ്നാക്സ് മാത്രമില്ലത്. സമൂസ, വടപ്പാവ്, ലഡു, മറ്റു ചില സ്വീറ്റ്സ്, പേസ്ട്രീസ്, ജിലേബി, പാപ്പട, ഡോക്ല, അങ്ങനെയുള്ള സ്നാക്സ്. ബേസിക്കലി നോർത്ത് ഇന്ത്യൻ, പിന്നെ നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ സ്നാക്സ് അല്ല കൂടുതലുള്ളത്. അപ്പോൾ കൗണ്ടറിൽ ടോക്കൺ കൊടുത്തിട്ട് മേടിക്കണം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സ്നാക്സ് കഴിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇസ്കോൺ ടെമ്പിൾ കണ്ടു. ഇസ്കോൺ ടെമ്പിൾ കാർഗർ, മുംബൈയിലില്ല. എൻ്റെ ബാക്കിലാണ് ഇസ്കോൺ ടെമ്പിൾ, കാണുന്നില്ലേ? അതെല്ലാം കണ്ടു. ഇപ്പോൾ വൈകുന്നേരം 8 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. 3 ഇസ്കോൺ ടെമ്പിൾസ് ഉണ്ട്. ശ്രീകൃഷ്ണ കോൺഷ്യസ് ടെമ്പിൾസ്. ഇതിൻ്റെ മെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മായാപുരിയാണ് കേട്ടോ. മായാപുരി, വെസ്റ്റ് ബംഗാളിലെ മായാപുരിയിലാണ് ഇസ്കോണിൻ്റെ ഇന്ത്യയിലെ മെയിൻ ടെമ്പിൾ. ഇത് കാർഗറിൽ ജാനുവരി 15 ഇനോഗ്രേറ്റ് ചെയ്തതാണ് ശ്രീ നരേന്ദ്രമോദി, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വേറെ പുതിയ വീഡിയോ ആയിട്ട് E10C വരുന്നതായിരിക്കും. Until then, see you and enjoy the views of Kargar, Navi Mumbai.